നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറിയുള്ളി ഒരു 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ഓയിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഉലുവ ഒരു കുഞ്ഞേ സ്പൂണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് നടുവേ കീറിയത്. പിന്നെ ഇത് അറപ്പുളിയാണ്. ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. കുടംപുളി എന്നും പറയും, അറപ്പുളി എന്നും പറയും. പിന്നെ ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുള്ളത് പേസ്റ്റ്. പിന്നെ ചൂരക്കണ്ണി എന്ന് പറയുന്ന ഈ ഒരു ഫിഷാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായി മിക്സ് ചെയ്യാം. ഇനി നടുവെ കയറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില. ഇപ്പൊ നമ്മളുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇടാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളകും പൊടിയാണ് ഇടുന്നത്. 2.5 സ്പൂൺ. നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരും. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കുടംപുളിയുടെ വെള്ളം, കുടംപുളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുടംപുളി ഇട്ട വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കൈക്കണക്കാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, നോർമൽ വാട്ടർ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഫിഷ് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോഗ്രാം, 1/2 കിലോനാണ് ഫിഷ് ഉള്ളത്. അതിലേക്കാണ് ഞാനിപ്പോൾ ഇത്രയും കറി മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഫിഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഒരു 5 to 10 മിനിറ്റ്സ് 7 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. തുറന്നിട്ട് അതുവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മീനൊക്കെ നന്നായി ഒന്ന് വെന്ത് വരാം. ഇപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുകളിലെ എണ്ണൊക്കെ ഇങ്ങനെ വാർന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നന്നായി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിന് മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ രണ്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.